നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോവിഡ് രണ്ടാം തരംഗത്തിൽ അതീവ ഗുരുതര സ്ഥിതിവിശേഷം. 13,835 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം രോഗികളുടെ എണ്ണം 1000 കടന്നു. 1430 പേർക്കാണ് രോഗം ബാധിച്ചത്. 1352 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 249 പേർ മാത്രമാണ് രോഗമുക്തരായത്. കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തിരൂരിൽ വ്യാപക നാശനഷ്ടം. തിരൂർ നടുവിലങ്ങാടി സ്വദേശിനിക്ക് മിന്നലേറ്റു. ചമ്പ്ര 9-ാം വാർഡിൽ മരം വീണ് 5ഓളം വീടുകൾ തകർന്നു. ഉണ്ണിയാലിൽ ശക്തമായ കാറ്റിൽ തെങ്ങ് വീണ് വീട് തകർന്നു. COVID-19 വ്യാപനം. താനൂർ ഹാർബറിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ നഗരസഭ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനം. ഹാർബറിലേക്കുള്ള പ്രവേശന കവാടം ബാരിക്കേഡ് കെട്ടി നിയന്ത്രിക്കും. തിരുപ്പനമ്പാലത്ത് നിർമ്മിച്ച തടയണ തകർക്കാൻ ശ്രമമെന്ന് പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കോവിഡ് രണ്ടാം തരംഗത്തിൽ അതീവ ഗുരുതര സ്ഥിതിവിശേഷം. 13,835 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 6 ജില്ലകളിൽ 1000-ന് മുകളിലാണ് രോഗികളുടെ എണ്ണം. 24 മണിക്കൂറിടെ 81,211 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17.04% ഉയർന്നു. സംസ്ഥാനത്ത് ദിനംപ്രതി കോവിഡ് രണ്ടാം തരംഗത്തിന്റെ സ്ഥിതി അതീവ സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ്. പ്രതിദിനം രോഗികളുടെ എണ്ണം 13,000 കടന്ന് മുന്നോട്ട് കുതിച്ചു. 13,835 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. 2,187 പേർക്കാണ് എറണാകുളത്ത് രോഗബാധ. കോഴിക്കോട് 1,504, മലപ്പുറം 1,430, കോട്ടയം 1,154, തൃശൂർ 1,149, കണ്ണൂർ 1,132, തിരുവനന്തപുരം 909, ആലപ്പുഴ 908, പാലക്കാട് 864, പത്തനംതിട്ട 664, ഇടുക്കി 645, വയനാട് 484, കൊല്ലം 472, കാസർഗോഡ് 333 എന്നിങ്ങനെയാണ് ജില്ലകളിലെ രോഗബാധിതരുടെ കണക്ക്. UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ആർക്കും തന്നെ 24 മണിക്കൂറിനകം രോഗബാധ സ്ഥിരീകരിച്ചിട്ടില്ല. കൂട്ടപരിശോധനയുടെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വെള്ളിയാഴ്ച 1,35,159 സാമ്പിളുകൾ ശേഖരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 81,211 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ബാക്കിയുള്ള സാമ്പിളുകളുടെ പരിശോധനാ ഫലം അടുത്ത ദിവസങ്ങളിൽ വരും. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17% ഉയർന്നു. 17.04% ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 27 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 4,904 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 259 പേർ സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്നെത്തിയവരാണ്. 12,499 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 58 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 3,654 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 80,019 പേരാണ് ഇനി രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. 11,35,921 പേർ ഇതുവരെ രോഗമുക്തരായിട്ടുണ്ട്. ജില്ലയിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം രോഗികളുടെ എണ്ണം 1000 കടന്നു. 1430 പേർക്കാണ് രോഗം ബാധിച്ചത്. 1352 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 249 പേർ മാത്രമാണ് രോഗമുക്തരായത്. രോഗമുക്തരുടെ എണ്ണം വർദ്ധിക്കാത്തതും രോഗികളുടെ എണ്ണം കൂടുന്നതും ആശങ്കയേറ്റുകയാണ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ജില്ലയിൽ കോവിഡ് രോഗബാധിതരുടെ എണ്ണം 1000 കടക്കുന്നത്. ഇതിൽ തന്നെ 90% സമ്പർക്ക രോഗികളാണെന്നത് ജില്ലയിലെ രോഗികളുടെ എണ്ണത്തിൽ ആശങ്കയേറ്റുന്നുണ്ട്. 1430 പേർക്ക് പുതുതായി രോഗം ബാധിച്ചു. 249 പേരാണ് രോഗമുക്തരായി ആശുപത്രി വിട്ടത്. ഇതുവരെ 1,25,134 പേർ രോഗമുക്തരായിട്ടുണ്ട്. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ 1,382 പേർക്ക് രോഗം ബാധിച്ചു. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആർക്കും തന്നെ ഇന്ന് രോഗം ബാധിച്ചിട്ടില്ല. ഉറവിടമറിയാതെ 26 പേർക്കും വിദേശത്ത് നിന്നെത്തിയ ഒരാൾക്കും രോഗം ബാധിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 21 പേർക്കാണ് രോഗബാധയുണ്ടായത്. ഇനി 6,355 പേർ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നുണ്ട്. കോവിഡ് പ്രത്യേക ആശുപത്രികളിൽ 223 പേരും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 155 പേരും ചികിത്സയിലുണ്ട്. ആകെ 22,033 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. കോവിഡ് ബാധിതരായി ഇതുവരെ ജില്ലയിൽ 624 പേർ മരണമടഞ്ഞു. ഒരു ഇടവേള. ശക്തമായ കാറ്റിനും മഴയിലും തിരൂരിൽ വ്യാപക നാശനഷ്ടം. തിരൂർ നടുവിലങ്ങാടി സ്വദേശിനിക്ക് മിന്നലേറ്റു. മരങ്ങൾ വീണ് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി.
വെള്ളിയാഴ്ച വൈകിട്ടോടെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തിരൂരും പരിസര പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടം. രാത്രി 8 മണിയോടെയുണ്ടായ ഇടിമിന്നലിൽ തിരൂർ നടുവിലങ്ങാടി സ്വദേശിനി തെക്കേ ഇടിവെട്ടിയകത്ത് അബ്ദുറഹ്മാന്റെ മകൾ നുസ്രത്തിന് മിന്നലേറ്റു. വൈലത്തൂർ, നടുവിലങ്ങാടി, പൂക്കേൽ, ചമ്പ്ര തുടങ്ങിയ പ്രദേശങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകൾ റോഡിലേക്ക് മറിഞ്ഞു. ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. മിക്കയിടങ്ങളിലും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇനിയുമായിട്ടില്ല. തിരൂർ നടുവിലങ്ങാടി ജുമാ മസ്ജിദിന് സമീപത്തെ പുതുവീട്ടിൽ ഖാദർ, തോട്ടകത്ത് ഷെരീഫ് എന്നിവരുടെ വീടിന് മുകളിലേക്ക് വീട്ടുവളപ്പിലെ തെങ്ങുകൾ കടപുഴകി വീണു. ഖാദറിന്റെ വീടിന് മുകളിലെ ഷീറ്റും ഷെരീഫിന്റെ വീടിന്റെ മേൽക്കൂരയും പൂർണ്ണമായും തകർന്നു. 7:30 മണിയായിക്കണ്. ആ സമയത്താണ് ഇപ്പോൾ ഇത് ഭയങ്കര ഇടിയും മിന്നും തന്നെ ആയിരുന്നു. അപ്പോൾ കാറ്റ് ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. അതാണ് ഭയങ്കര ശബ്ദം കേട്ടത്. ശബ്ദം കേട്ടിട്ട് ഇങ്ങനെ ഞങ്ങൾ ഇവിടെ പുറത്തൊന്നും ഇങ്ങനെ നോക്കിയപ്പോൾ തെങ്ങിനാണ് മുന്നിൽ വീണ് കിടക്കുന്നത്. അതേ സമയത്ത് പിന്നെ അപ്പുറത്ത് വീണത് നമ്മൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത വീട്ടുകാർ വന്ന് പറഞ്ഞപ്പോഴാണ് അത് ആ വീട്ടിൻ്റെ മേലേക്ക് വീണതാണ് ഇപ്പോൾ വലിയ പ്രശ്നമായിരിക്കുന്നത്. താഴെപ്പാലം തെക്കേ ഇടിവെട്ടിയകത്ത് പുഞ്ചേരി അബ്ദുറഹ്മാന്റെ വീടിന് മുകളിലേക്ക് വീട്ടുവളപ്പിലെ കൂറ്റൻ മരവും തെങ്ങുകളും കടപുഴകി വീണു. മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ഇവരുടെ മകൾ നുസ്രത്തിനാണ് മിന്നലേറ്റത്. ഇവരെ തിരൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. നടുവിലങ്ങാടി ഫാത്തിമാത സ്കൂൾ കീഴടത്തിൽ റോഡിൽ 7ഓളം വൈദ്യുതി പോസ്റ്റുകളാണ് മുറിഞ്ഞു വീണത്. റോഡരികിലെ കല്ലേരി ഭാസ്കറിന്റെ വീട്ടുവളപ്പിലെ തെങ്ങുകളും റോഡിലേക്ക് കടപുഴകി വീണു. ശക്തമായ കാറ്റിലും മഴയിലും ചമ്പ്ര 9-ാം വാർഡിൽ മരം വീണ് 5ഓളം വീടുകൾ തകർന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ വീണ് വീടുകൾ തകർന്നു. ചമ്പ്ര 9-ാം വാർഡിൽ കുരിക്കൾപ്പടി, കിഴക്കേ ചമ്പ്ര, അമ്പലം റോഡ് എന്നീ ഭാഗങ്ങളിലാണ് കൂടുതൽ നാശനഷ്ടമുണ്ടായത്. രാത്രി വരെയൊക്കെ വന്നിരുന്നു. പുള്ളിശ്ശേരി രാജൻ, കാഞ്ഞിരങ്ങാട്ട് അനീഷ്, കോറലാട്ടിൽ രാജേന്ദ്രൻ, കൊടശ്ശേരി മുഹമ്മദ്, മഠത്തിൽ ഷബീർ അലി എന്നിവരുടെ വീടുകൾക്ക് മുകളിലാണ് മരങ്ങൾ വീണത്. വീടുകൾ ഭാഗികമായി തകർന്നു. വാർഡ് കൗൺസിലർ അബ്ദുറഹ്മാൻ എന്ന ഭാവ പ്രദേശം സന്ദർശിച്ചു. നിരവധി ഉണ്ണിയാലിൽ ശക്തമായ കാറ്റിൽ തെങ്ങ് വീണ് വീട് തകർന്നു. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഉണ്ണിയാലിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണു. വീട് പൂർണ്ണമായും തകർന്നു. ഉണ്ണിയാൽ ബീച്ച് റോഡിൽ പള്ളിക്കൽ റഷീദിന്റെ വീടാണ് തകർന്നത്. ഈ സമയം വീട്ടിനകത്ത് ആളുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് അംഗം ഫാത്തിമ, ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി എന്നിവർ സന്ദർശിച്ചു. ആര്യാടനെ ഒതുക്കാൻ കോൺഗ്രസിൽ പുതിയ കൂട്ടുകെട്ട്. ഗ്രൂപ്പ് വ്യത്യാസം മറന്ന AP അനിൽകുമാറും VV പ്രകാശും ഒന്നിച്ചു. ആര്യാട മുഹമ്മദിനെ കോൺഗ്രസിൽ കൂടുതൽ ദുർബലമാക്കുകയാണ് ലക്ഷ്യം. മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിൽ പുതിയ സമവാക്യമാണ് ഇതോടെ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ജില്ലയിൽ ഐ ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്ന AP അനിൽകുമാറും ആര്യാടൻ വിരുദ്ധ പക്ഷത്തുള്ള DCC പ്രസിഡന്റ് കൂടിയായ A ഗ്രൂപ്പ് നേതാവ് VV പ്രകാശുമായി സ്ഥാപിച്ച ബന്ധമാണ് ജില്ലയിലെ കോൺഗ്രസ് ഗ്രൂപ്പ് സമവാക്യത്തിന് പുതിയ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഏറെക്കാലമായി കോൺഗ്രസിന്റെ കടിഞ്ഞാൺ പിടിച്ചിരുന്ന ആര്യാടൻ ലീഗുമായി എന്നും അകൽച്ചയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആര്യാടനെ ദുർബലമാക്കാൻ കിട്ടുന്ന ഒരവസരവും ലീഗ് പാഴാക്കാറുമില്ല. ഇത്തവണയും ലീഗിന്റെ പരോക്ഷ പിന്തുണയോടെയാണ് പ്രകാശും അനിൽകുമാറും ആര്യാടനെതിരെ കൈകോർത്തിട്ടുള്ളത്. ഒരു കാലത്ത് ആര്യാടൻ മുഹമ്മദിന്റെ വിശ്വസ്തനും നിലവിൽ KPCC ജനറൽ സെക്രട്ടറിയുമായ E മുഹമ്മദ് കുഞ്ഞിയാണ് ഇവർക്കിടയിൽ പാലമായി പ്രവർത്തിക്കുന്നത്. നിലമ്പൂർ സീറ്റ് VV പ്രകാശിന് ഉറപ്പിക്കാൻ അവസാന നിമിഷം ചരട് വലിച്ചത് AP അനിൽകുമാറായിരുന്നു. KC വേണുഗോപാലുമായുള്ള ബന്ധം ഉപയോഗപ്പെടുത്തിയാണ് അനിൽകുമാർ ചരട് വലിച്ചത്. ലീഗിന്റെ പരോക്ഷ പിന്തുണയും ഇതിനുണ്ടായിരുന്നു. മണ്ഡലത്തിൽ ഏറെ സ്വാധീനമുള്ള ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷൗക്കത്തും വിട്ടുനിന്നാൽ വിജയിക്കാൻ കഴിയില്ലെന്ന് നന്നായി അറിയുന്ന ഇവർ മെനഞ്ഞ തന്ത്രമാണ് ആര്യാടൻ ഷൗക്കത്തിനെ DCC പ്രസിഡന്റാക്കി തെരഞ്ഞെടുപ്പിന് ശേഷം മാറ്റുക എന്നത്. എന്നാൽ ഇതിലെ അപകടം തിരിച്ചറിയാൻ രാഷ്ട്രീയ ചാണക്യനായ ആര്യാടൻ മുഹമ്മദിനോ ആര്യാടൻ ഷൗക്കത്തിനോ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം. DCC ഓഫീസ് അറ്റകുറ്റപ്പണി നടത്താനും ഹൈടെക് ഓഫീസ് ആക്കാനും മാറ്റാനുമുള്ള ശ്രമത്തിൽ ആര്യാടൻ ഷൗക്കത്ത് മുഴുകിയ സമയത്താണ് ഇരുട്ടടി പോലെ സ്ഥാനം തെറിച്ചത്. ചതിക്കപ്പെട്ട ആര്യാടന്മാരുടെ രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. UDF ഭരണം വന്നാൽ തന്റെ മന്ത്രിസ്ഥാനം ഉറപ്പിക്കുക എന്നതും ജില്ലയിലെ ആര്യാടൻ മുഹമ്മദിന്റെ മേൽക്കോയ്മ അവസാനിപ്പിച്ച് പാർട്ടി നിയന്ത്രണം കൈപ്പിടിയിലൊതുക്കുക എന്നതുമാണ് പുതിയ കൂട്ടുകെട്ടിലൂടെ അനിൽകുമാർ ലക്ഷ്യമിടുന്നത്. ഒരു ഇടവേള.
വാർത്തകൾ തുടർന്നു. കോവിഡ്-19 വ്യാപനം താനൂർ ഹാർബറിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ നഗരസഭ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനം. ഹാർബറിലേക്കുള്ള പ്രവേശന കവാടം ബാരിക്കേഡ് കെട്ടി നിയന്ത്രിക്കും. ഊട്ടുപുറം തൂവൽ തീരത്തും സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. യോഗത്തിൽ നഗരസഭാ ചെയർമാൻ പി ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. കോവിഡ്-19 രണ്ടാം വരവ് അതിതീവ്രമായ സാഹചര്യത്തിൽ താനൂർ ഹാർബറിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് താനൂർ നഗരസഭയിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായി. ഹാർബറിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ ബാരിക്കേഡ് കെട്ടി പോലീസ് സഹായത്തോടെ സന്ദർശകരെയും പൊതുജനങ്ങളെയും നിയന്ത്രിക്കുന്നതിന് തീരുമാനമായി. ഹാർബറിലും പരിസര പ്രദേശങ്ങളിലും ചില്ലറ വിൽപ്പന ഇനി അറിയിപ്പുണ്ടാകുന്നതുവരെ നിരോധിക്കുന്നതിനും തീരുമാനിച്ചു. നഗരസഭാ പരിധിയിൽ കോവിഡ് പ്രതിരോധം നടത്തുന്നതിന് തീരുമാനമായി. പൊതുജനങ്ങൾ നിർബന്ധമായി മാസ്ക് ധരിച്ചിരിക്കണമെന്ന സന്ദേശം പൊതുജനങ്ങൾ എത്തിക്കുന്നതിന് തീരുമാനിച്ചു. നഗരസഭാ പരിധിയിലെ മുഴുവൻ ജനങ്ങൾക്കും കോവിഡ് പ്രതിരോധ വാക്സിൻ നൽകുന്നതിന് നഗരസഭയും CHCയും ഏർപ്പെടുത്തിയ സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും യോഗം നിർദ്ദേശിച്ചു. ഒട്ടുപുറം തൂവൽ തീരത്തും സന്ദർശകരെയും പൊതുജനങ്ങളെയും നിയന്ത്രിക്കുന്നതിനും തീരുമാനിച്ചു. യോഗത്തിൽ നഗരസഭാ ചെയർമാൻ പി ഷംസുദ്ദീൻ അധ്യക്ഷനായിരുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP അലി അക്ബർ, നഗരസഭാ സെക്രട്ടറി മനോജ് കുമാർ, ഡിവിഷൻ കൗൺസിലർമാരായ ഉമ്മുകുൽസു, PP മുസ്തഫ, താനൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ജിനേഷ്, നഗരസഭാ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷമീർ, വള്ളക്കാരുടെ പ്രതിനിധികൾ, തോണിക്കാരുടെ പ്രതിനിധികൾ, കോരൽക്കാരുടെ പ്രതിനിധികൾ, കച്ചവടക്കാരുടെയും പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. സ്വകാര്യ ബസ് സർവീസ് വീണ്ടും നിർത്തിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. കോവിഡ് നിയന്ത്രണങ്ങൾ വീണ്ടും കർശനമാക്കിയതോടെ ബസ് സർവീസ് വീണ്ടും പ്രതിസന്ധിയിലായി. യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ കുറവാണ് ഈ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയത്. കോവിഡ് മഹാമാരിയെ തുടർന്ന് ഏറ്റവും അധികം പ്രതിസന്ധി നേരിട്ട മേഖലയാണ് സ്വകാര്യ ബസ്സുകൾ. മാസങ്ങളോളം ലോക്ക്ഡൌണിനെ തുടർന്ന് ബസ്സുകൾ കട്ടപ്പുറത്തായിരുന്നു. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതിനെ തുടർന്ന് ആളുകൾ യാത്രയ്ക്ക് ബസ് സർവീസിനെ ആശ്രയിച്ചു തുടങ്ങി. ഇതോടെ പ്രതിസന്ധികൾ തരണം ചെയ്തു വരികയായിരുന്നു. എന്നാൽ കോവിഡ് കേസുകൾ വീണ്ടും വർദ്ധിച്ചതോടെ നിയന്ത്രണങ്ങൾ വീണ്ടും കർശനമാക്കി. ഇതാണ് ബസ് വ്യവസായത്തെ പ്രതിസന്ധിയിലാക്കിയത്. കോവിഡ് വ്യാപനം തടയുന്നതിന് ബസ്സുകളിൽ നിന്നു യാത്ര ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട്. സീറ്റുകളുടെ എണ്ണം അനുസരിച്ചുള്ള യാത്രക്കാരെ മാത്രമേ കയറ്റാൻ കഴിയൂ. ലക്ഷങ്ങൾ മുടക്കി ബസ് നിരത്തിലിറക്കിയ ബസ്സുടമകൾക്ക് 100 രൂപ പോലും കിട്ടാത്ത ദിവസങ്ങളുമുണ്ട്. ഡീസൽ വില വർധനയും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നുണ്ട്. ബസ് നികുതിയും ഇൻഷുറൻസുമെല്ലാം അടയ്ക്കണമെങ്കിൽ ബസ്സുടമകൾ കടമെടുക്കേണ്ട അവസ്ഥയിലാണിപ്പോൾ. കോവിഡ് വ്യാപനം മൂലം സർക്കാർ നടപടി ശക്തമാക്കിയാൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തേണ്ട അവസ്ഥ വരും. ശങ്കർ ആയുർ കെയറുമായി ചേർന്ന ഫാൽക്കൺ ആയുർവേദ ഗാർഡന് തുടക്കം കുറിച്ചതായി മാനേജ്മെന്റ് പ്രതിനിധികൾ തിരൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരുവാണിയൂരിൽ ഫാൽക്കൺ ആയുർവേദ ഹോസ്പിറ്റലിലെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം ഹൈദലി ശിഹാബ് തങ്ങൾ PK കുഞ്ഞാലിക്കുട്ടിക്ക് ബ്രോഷർ നൽകി നിർവഹിച്ചിരുന്നു. കാലിക്കറ്റ് സർവകലാശാല സുവോളജി പഠന വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറും ഫാൽക്കൺ ഗവേഷകനുമായ ഡോക്ടർ സുബൈർ ആശുപത്രിയിൽ സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ സേവനം നൽകുന്ന തരത്തിലാണ് ഹിജാമ, പഞ്ചകർമ്മം, വനിതാ ശിശു രോഗ വിഭാഗം, പൈൽസ്, ഇസ്റ്റുല, തളർവാദം, ഓട്ടിസം, പാർക്കിൻസൺസ്, അർബുദം തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ധ ആയുർവേദ ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ ചികിത്സ നൽകുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ആയുർവേദത്തിൻ്റെ വ്യത്യസ്ത രോഗങ്ങൾക്കുള്ള ചികിത്സ, അതിപ്പോൾ സ്റ്റെമ്മാവട്ടെ, റൂട്ടാവട്ടെ, അതേപോലെ ലീഫ് തുടങ്ങിയ ഭാഗങ്ങൾ അതിലുള്ള ഒരു സ്റ്റഡിയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യണത്. അപ്പോൾ ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള 1916 തുടങ്ങിയ ശങ്കർ ആയുർ കെയർ, അത് നമ്മുടെ തിരൂർ വിശ്വംഭരം വൈദ്യർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ ജയപ്രകാശാണ് ചീഫ് ഫിസിഷ്യൻ. അവരുടെ വിശ്വംഭരം വൈദ്യരുടെ അച്ഛനായ ശങ്കർ എന്ന പേരുള്ള അവരുടെ പേരിലുള്ള ശങ്കർ ആയുർ കെയറുമായി സഹകരിച്ചാണ് ഈ സ്ഥാപനം വാണിയന്നൂരിൽ തുടങ്ങുന്നത്. ഡോക്ടർ സുബൈർ മേഡമൽ, ഡോക്ടർ C ജയപ്രകാശ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആയുർവേദ മേഖലയിൽ സാധാരണക്കാർക്ക് നമ്മുടെ പല അസുഖങ്ങൾക്കും വരുന്ന അസുഖങ്ങൾക്ക് നല്ല ചികിത്സ ലഭിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എൻ്റെ ഏത് കാലത്തും പഴയ കാലം മുതലുള്ളൊരു സ്വപ്നമായിരുന്നു. അപ്പോൾ അതിൽ പലതരം രോഗങ്ങൾക്കും, പ്രത്യേകിച്ച് ബ്രെയിനിനെ ആശ്രയിച്ചുണ്ടാകുന്ന അസുഖങ്ങൾ, സ്പൈനിനെ ആശ്രയിച്ചുണ്ടാകുന്ന അസുഖങ്ങൾ, പിന്നെ കൺജനിറ്റൽ ഡിസീസ് എന്ന് പറയും, ജന്മനാലുണ്ടാകുന്ന അസുഖങ്ങൾ, അതിൽ പല രോഗങ്ങളും അതിലുണ്ട്. നമ്മളെ തലച്ചോറിനെയും ഞരമ്പുകളെയും ബാധിക്കുന്ന കൺജനിറ്റൽ ഡിസീസസ്, അതൊക്കെ ആധുനിക ചികിത്സാ സമ്പ്രദായത്തിൽ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുള്ള ചില രോഗങ്ങളാണ്. അത്തരം രോഗങ്ങൾക്ക് എന്തെങ്കിലും നന്നായിട്ട് ആയുർവേദം കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ഗവേഷണ ഉദ്ദേശം. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. തിരുപ്പനമ്പാലത്ത് നിർമ്മിച്ച തടയണ തകർക്കാൻ ശ്രമമെന്ന പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത്. നാട്ടുകാരിൽ നിന്ന് പണം സ്വരൂപിച്ചാണ് വാർഡ് മെമ്പർ മുനീർ നിഷയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളുടെ സഹകരണത്തോടുകൂടി തടയണ നിർമ്മിച്ചത്. തിരൂർ നഗരസഭ അതിർത്തി പ്രദേശമായ പനമ്പാലത്ത് ഉപ്പുവെള്ളം തടയുന്നതിനായി തിരൂർ പുഴയ്ക്ക് കുറുകെ കെട്ടിയ തടയണ സാമൂഹ്യദ്രോഹികൾ തകർക്കാൻ ശ്രമിക്കുന്നതായി പരാതി. പുളിവെള്ളം കയറാതിരിക്കാൻ അവിടെ ഒരുപാട് കൃഷി ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് വെള്ളം കുടിക്കുന്ന അടുത്തുള്ള കിണറിലേക്കൊന്നും പുളി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്താണ്. അപ്പോൾ ഇത് ഞാൻ
ഞാൻ ഇതിൻ്റെ വർക്ക് എടുത്തത് ഞാനാണ്, ഇതിൻ്റെ പണിയെടുത്തത് ഞാനാണ്. ഞാൻ അണ്ണന്മാരൊക്കെ വിളിച്ച് പണിയെടുപ്പിച്ചാണ്. നമ്മളെ മെമ്പറാണ്, 12ാം വാർഡിലെ മെമ്പറാണ് നമ്മൾ ഈ വർക്ക് ഏൽപ്പിച്ചത്. അപ്പോൾ ഇതിന് ഇപ്പോൾ ഇതിങ്ങനെ പറയാൻ കാരണം ഇതിനൊരു ലീക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. ലീക്ക് വരാൻ തന്നെ ഇത്രയും ദിവസം ഇതിന് ലീക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വന്ന് പോണ ആൾ, പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർ മുഴുവൻ ഇവിടെ ഉണ്ടാവലുണ്ട്. ഇവരെ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഇവർ ഇത്രയും ദിവസമായിട്ട് ഇത് കാണലില്ല. അപ്പോൾ ഇവർ വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഇത് കണ്ടിട്ടുള്ളത്. ഈ ലീക്ക് ഉള്ളത് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അത് അടക്കാൻ വലിയ പണിയൊന്നുമില്ല, നമുക്ക് അടക്കാൻ കഴിയും. പക്ഷേ ഇവരിത് എടുത്ത് ഹോൾസ് ഉണ്ടാക്കിയിട്ട് ഇതിൽ വെള്ളം ഇങ്ങോട്ട് ചാടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ വീഡിയോ എടുത്തിട്ട് ഇവിടെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളെ നാട്ടിലുള്ള ഈ ജനങ്ങൾക്കുള്ള സേവനം ചെയ്യേണ്ട ആൾക്കാർ നമ്മളെ ദ്രോഹിക്കുന്ന മാതിരിയാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കൈയാണ് അതിനുള്ളിൽ പോണ കൈ ഗ്യാപ്പാണിത്. കമ്പ് കഴിച്ചിട്ട് ഇളക്കി വിട്ടതാണിത്. വേറെ ഒരു ലീക്കും ഇതിനില്ല. ഇത് ഒരിക്കലും ഇളകൂല. ആൾക്കാരൊക്കെ ഇതൊരിക്കലും ഇളകൂല. ഇത് കമ്പി അത്രയും നല്ല ഫോഴ്സുള്ള കമ്പി എടുത്തിട്ട് കുത്തിയിട്ട് ഈ ആളുകൾ രണ്ട് ചാക്ക് ഇളക്കിയതാണ്. ഇതൊരിക്കലും അങ്ങനെ ഇളകൂല. ഇത് മുൻപ് കെട്ടിയ പോലെ അല്ല ഈ ചിറ കെട്ടിയിട്ടുള്ളത്. ഇത് അത്രയും നല്ല പവറായിട്ടാണ് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുമ്പോൾ നമ്മളെന്താ പറയുക, ഇതൊരു രാഷ്ട്രീയമായി കൂട്ടിച്ചേർത്ത പരിപാടിയാണ്. ഇത് ചെയ്തത് ആരായാലും അവരെ നിയമപരമായിട്ട് നമ്മൾ പോവുകയാണ്. കാരണം വെച്ചാൽ ഇത് നമ്മൾക്ക് ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, ഇതിൻ്റെ അപ്പുറം ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുടിവെള്ളമായിട്ടും നനക്കാനും എല്ലാത്തിനായിട്ട് നമ്മളിത് കെട്ടിയതാണ്. ഇതിൽ രാഷ്ട്രീയവും പാർട്ടിയോ ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല. ഇതെല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഇതാണ്. ഫെബ്രുവരി 20-നാണ് 40,600 രൂപ ചെലവിൽ തടയണയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. സർക്കാർ ഫണ്ട് 10,000 ഒഴികെ ബാക്കിയുള്ള ഫണ്ട് നാട്ടുകാരിൽ നിന്നും സ്വരൂപിച്ചാണ് വാർഡ് മെമ്പർ മുനീർ നിഷയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളുടെ സഹകരണത്തോടു കൂടി നിർമ്മാണം നടത്തിയത്. 41 പണിക്കാരുടെ അധ്വാനമാണ് ഈ ചിറ ഈ രൂപത്തിലായിട്ടുള്ളത്. അതിൽ എല്ലാ ആളുകളും സഹകരിച്ചിട്ടുണ്ട്. സെക്രട്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഈ പുഴയുടെ ഗുണഭോക്താക്കളെ അടുത്തുനിന്നും പൈസ പിരിച്ചിട്ട് കൊണ്ടാണ് മൂപ്പര് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം പഞ്ചായത്തിൽ നിന്ന് ഇതിന് മാത്രമുള്ളൊരു ഫണ്ട് നമുക്ക് കിട്ടില്ല. അറൗണ്ട് 10,000 സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഒരുപാട് ആളുകൾ, അതായത് 10ാം വാർഡും ഈ പുഴയുടെ വശത്തു കൂടെ കടന്നു പോകുന്നുണ്ട്. അവിടെയുള്ള ആളുകൾക്കുള്ള കൃഷി, പിന്നെ അവർ മറ്റു ഉപയോഗങ്ങളൊക്കെ ഈ വെള്ളം വന്നത് കാരണം നശിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ഇതിന് ഒരു നിയമ നടപടിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അതാരാണെങ്കിലും അത് കണ്ടെത്തി അത് പിന്നെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയത് തന്നെയാണ്. നമ്മൾ വിദഗ്ധരുമായിട്ട് സംസാരിച്ചപ്പോൾ, ബണ്ട് കെട്ടുന്ന വിദഗ്ധരുമായി സംസാരിച്ചപ്പോൾ എയർ ബബിൾസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ചാക്കിന് മാത്രമല്ല ചെറിയ ഹോൾസാണ് ഉണ്ടാവുക. ഇത് ആ തരത്തിലുള്ളൊരു ഹോൾസ് അല്ല കാണുന്നത്. ഒരു നമ്മൾ ടാപ്പ് തുറന്ന പോലെയാണ് വെള്ളം ഇതിലേക്ക് ഒഴുകി വരുന്നത്. സമീപ വാർഡുകളായ 10, 12-ലെ പുഴയോരത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ കൃഷി ആവശ്യങ്ങൾക്കും മറ്റും ജലസ്രോതസ്സായി തിരൂർ പുഴയെയാണ് ആശ്രയിക്കാറ്. ഉപ്പുവെള്ള ഭീഷണി വൻ പ്രതിസന്ധി ഉണ്ടാക്കിയതോടെയാണ് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ തടയണ നിർമ്മാണം ആരംഭിച്ചത്. 2 ദിവസം മുമ്പാണ് തടയണക്കുള്ളിൽ ഹോളുണ്ടാക്കി സാമൂഹ്യ വിരുദ്ധർ തടയണ തകർക്കുകയും സോഷ്യൽ മീഡിയയിൽ അപവാദ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തത്. ഇതിനെതിരെയാണ് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ലോക്ക്ഡൌൺ തളർത്തിയ പഴവിപണിക്ക് പുതുജീവൻ നൽകി റമദാനെത്തി. റമദാൻ വ്രതം ആരംഭിച്ചതോടെ പഴവിപണിയും സജീവമായി. കഴിഞ്ഞ തവണ കോവിഡ് നിയന്ത്രണങ്ങളും ലോക്ക്ഡൌണും കാരണം മങ്ങലേറ്റ വിപണിയിൽ പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. തണ്ണിമത്തൻ, സപ്പോട്ട, ഓറഞ്ച്, പപ്പായ, ആപ്പിൾ, മുന്തിരി, മാമ്പഴം, മൈസൂർ പഴം, നേന്ത്ര എന്നിവയാണ് വിപണിയിലെ പ്രധാന ഇനങ്ങൾ. ഇതിനു പുറമെ വിദേശ ഇനങ്ങളും കടകളിലുണ്ട്. വിലക്കുറവ് കാരണം സാധാരണക്കാരന്റെ ആശ്രയമായ തണ്ണിമത്തന് തന്നെയാണ് ആവശ്യക്കാരേറെയും. എന്നാൽ റമദാൻ ആയെങ്കിലും വിലയിൽ വലിയ ഏറ്റക്കുറച്ചിലുകളില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. വലിയ വിലയൊന്നുമില്ല, എന്നാലും കഴിഞ്ഞ കൊല്ലത്തെക്കാളിലും കുറച്ച് വില കൂടുതലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പൈനാപ്പിൾ, മാങ്ങയൊക്കെ കുറഞ്ഞ വിലയായിരുന്നു. ഈ വർഷം പൈനാപ്പിളിന് കുറച്ച് ഡിമാൻഡാണ്. കയറ്റുമതി ഉണ്ടായതുകൊണ്ട് മൊത്തം ബോംബെ, കർണാടക ആ ഭാഗത്ത് കയറ്റുമതി ചെയ്യുന്നതുകൊണ്ട് കേരളത്തിൽ പൈനാപ്പിൾ നല്ല ഡിമാൻഡാണ്. പിന്നെ തണ്ണിമത്തനൊക്കെ നല്ല മൂത്ത തണ്ണിമത്തൻ തന്നെയാണ് വരുന്നത്. നല്ലതുണ്ട്. 22 രൂപയ്ക്ക് ചില്ലറ കൊടുക്കുന്നുണ്ട്. നല്ല ഇതുണ്ട്, ആൾക്കാരൊക്കെ വരുന്നുണ്ട്, നല്ല സെയിൽ നടക്കുന്നുണ്ട്. പിന്നെ മാമ്പഴമാണ്. മാമ്പഴം ഭാഗത്തെ വിലയുള്ളൂ. നല്ല മധുരമുള്ള മാമ്പഴമുണ്ട്. സിന്ദൂരം, ജ്യൂസ് അടിക്കാൻ പറ്റിയ സിന്ദൂരം, മൽഗോവ, മല്ലിക, അൽഫോൻസ, ഗുദാദാത്ത്, ഇമാം ബസന്താണ്. നമുക്ക് നല്ല ഇറക്കുമതി ചെയ്യണ, എക്സ്പോർട്ട് ചെയ്യുന്ന മാങ്ങ തന്നെ ഇവിടെ കേരളത്തിൽ തന്നെ ഇപ്പം ഡിമാൻഡ് ഇല്ലാതെ കിട്ടുന്നുണ്ട്. മാമ്പഴത്തിന് 60 മുതൽ 140 രൂപ വരെയാണ് വില. കറുത്ത മുന്തിരി 80 മുതൽ 200, പൈനാപ്പിൾ 60, നേന്ത്രപ്പഴം 40 മുതൽ 45, മൈസൂർ പഴം 20 മുതൽ 30, തണ്ണിമത്തൻ 18 മുതൽ 20 എന്നിങ്ങനെയാണ് വില നിലവാരം. പൈനാപ്പിളിന് റമദാൻ വന്നതോടെ വില അല്പം ഉയർന്നിട്ടുണ്ട്. കോവിഡ് 2ാം വ്യാപനം മുന്നിൽ കണ്ട് ഇത്തവണ അധികൃതർ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത് കാരണം കച്ചവടം കുറയുമോ എന്ന ആശങ്കയും വ്യാപാരികൾക്കുണ്ട്. പി വി അബ്ദുൽ വഹാബ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വെള്ളിയാഴ്ച നിയമസഭാ സെക്രട്ടറി മുമ്പാകെയാണ് വഹാബ് പത്രിക സമർപ്പിച്ചത്. 3ാം തവണയാണ് വഹാബ് രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നത്. ഏപ്രിൽ 30-നാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ്.
വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് PV അബ്ദുൾ വഹാബ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നിവരും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. നിയമസഭാ സെക്രട്ടറി മുമ്പാകെയാണ് വഹാബ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. 3ാം തവണയാണ് അബ്ദുൾ വഹാബ് രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നത്. 70-കാരനായ വഹാബ് 2004-ലും 2015-ലും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കേരളത്തിലെ 3 ഒഴിവുകളിലേക്കാണ് ഏപ്രിൽ 30-ന് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 3 സീറ്റുകളിൽ നിലവിൽ 2 സീറ്റുകളിൽ LDF-നും 1 സീറ്റിൽ UDF-നും വിജയപ്രതീക്ഷയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ സമയത്തു തന്നെ PV അബ്ദുൾ വഹാബിനെ രാജ്യസഭാ പ്രതിനിധിയാക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരുന്നു. നിയമസഭാ സ്ഥാനാർത്ഥി നിർണയമടക്കം ഈ ധാരണയുടെ പുറത്താണ് അന്തിമ തീരുമാനത്തിലെത്തിയതും. തുടർന്ന് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ PV അബ്ദുൾ വഹാബിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോവിഡ് 2ാം തരംഗത്തിൽ അതീവ ഗുരുതര സ്ഥിതിവിശേഷം. 13,835 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം രോഗികളുടെ എണ്ണം 1000 കടന്നു. 1430 പേർക്കാണ് രോഗം ബാധിച്ചത്. 1382 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 249 പേർ മാത്രമാണ് രോഗമുക്തരായത്. കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തിരൂരിൽ വ്യാപക നാശനഷ്ടം. തിരൂർ നടുവിലങ്ങാടി സ്വദേശിനിക്ക് മിന്നലേറ്റു. ചമ്പ്ര 9ാം വാർഡിൽ മരം വീണ് 5ഓളം വീടുകൾ തകർന്നു. ഉണ്ണിയാലിൽ ശക്തമായ കാറ്റിൽ തെങ്ങ് വീണ് വീട് തകർന്നു. COVID-19 വ്യാപനം താനൂർ ഹാർബറിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ നഗരസഭ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനം. ഹാർബറിലേക്കുള്ള പ്രവേശന കവാടം ബാരിക്കേഡ് കെട്ടി നിയന്ത്രിക്കും. തിരുപ്പനമ്പാലത്ത് നിർമ്മിച്ച തടയണ തകർക്കാൻ ശ്രമമെന്ന് പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത്. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.